പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ കാണുന്ന മനുഷ്യൻ്റെ ബന്ധുക്കളെയോ പരിചയക്കാരെയോ ആരെങ്കിലും ഇതൊന്ന് കാണാൻ വേണ്ടിയാണ്. ഒരു തമിഴ്നാട് സ്വദേശിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശത്ത് നിന്ന് ഇദ്ദേഹം ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ അലഞ്ഞ് പോകുന്നത് കണ്ടിട്ട് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശും ബാബുവും ചേർന്ന് ഇയാളെ അവിടെ പിടിച്ചു നിർത്തിയതിനു ശേഷം ഇയാളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഏതായാലും ഇവർ രണ്ടുപേരും ചേർന്ന് ഇവനെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിനെ എത്തിച്ചു. അതിനുശേഷം ഇയാളെ അവിടെ കൊണ്ടുപോയി വൃത്തിയാക്കി, തലമുടിയൊക്കെ വൃത്തിയാക്കി കുളിപ്പിച്ചു, ഭക്ഷണമൊക്കെ വാങ്ങി നൽകി. അതിനുശേഷം കൊല്ലത്ത് തന്നെയുള്ള ഒരു അഗതി ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം കോയിവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് താൽക്കാലികമായി പാർപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ പ്രേക്ഷകരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ തമിഴ്നാടുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ തെറ്റിയതായിരിക്കാം. ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും തന്നെ ഇദ്ദേഹത്തിനെ കാണാതായതിനെ തുടർന്ന് തിരക്ക് നടക്കുന്നുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഈ ഒരു വീഡിയോ ചിലപ്പോൾ അവർക്കൊരു വലിയൊരു സഹായമായി മാറും. അദ്ദേഹം ഇപ്പോൾ കൊല്ലം ജില്ലയിൽ കോയിവിള എന്ന് പറയുന്ന സ്ഥലത്തെ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ ഉണ്ട് എന്ന് നമുക്ക് അവരുടെ ബന്ധുക്കളെ അറിയിക്കാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ നിരവധി വീഡിയോകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരും ബന്ധുക്കളൊക്കെ എത്തി അവരവരുടെ ആളുകളെ, കാണാതെ പോയ ആളുകളെയൊക്കെ കൊണ്ടുപോയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഷെയർ നിങ്ങൾ പലർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും എത്തി ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ പരിചയക്കാരോ ആരെങ്കിലും ഇത് കാണുകയും അവരെത്തി ചിലപ്പോൾ ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്യും. ഏതായാലും നല്ലൊരു പുണ്യപ്രവർത്തിക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ ഈ ഒരു അവസ്ഥയിൽ തലമുടിയൊക്കെ ജട പിടിച്ച് കിടന്ന സമയത്ത് അതൊക്കെ കൊണ്ടുപോയി വൃത്തിയാക്കി, കുളിപ്പിച്ച് വൃത്തിയാക്കി, അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു, ആഹാരമൊക്കെ വാങ്ങിക്കൊടുത്ത് ഇദ്ദേഹത്തിന് സേഫായിട്ട് ഈ ഒരു സ്ഥാപനത്തിൽ എത്തിച്ച ശക്തികുളങ്ങര ഗണേശനെയും അതുപോലെ തന്നെ ബാബു, പാസ്കൽ എന്നീ 3 പേരെയും ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കണം. ഏതായാലും നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ വീഡിയോയ്ക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ കാണുന്ന മനുഷ്യനെ ബന്ധപ്പെടാൻ ഒരു സാഹചര്യം ഒരുക്കാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ അഭ്യർത്ഥിക്കുകയാണ്.